റോഹ, നീ നിന്റെ ഫ്രണ്ടിന് സേവ് ചെയ്തു റോഹ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ പറയാനുള്ള കാര്യം കൃത്യമായി പറയും. പാരന്റ്സുമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമല്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അവർക്ക് ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അവരുടെ പേഴ്സണൽ സ്റ്റോറി എന്തെന്ന് എനിക്കറിയാം. ഇത് വെളിയിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാനല്ലല്ലോ അവരുടെ അത്രയും പേഴ്സണൽ കാര്യം പറയാത്ത. അവർ പറഞ്ഞു, പക്ഷെ അത് ചാനൽ ഗൈഡൻസിന്റെ പ്രശ്നം ആയതുകൊണ്ട് മാത്രമാണ് അത് അവർ ടെലികാസ്റ്റ് ചെയ്യാത്തത്. ആദിലയും നൂറയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആദ്യമായിട്ട് അവിടെ തുറന്നു പറഞ്ഞു. ആ പരാമർശം ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ലക്ഷ്മി ഒരിക്കലും അത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലാത്ത ഒരാളാണ്. ഈ സീസണിൽ ലക്ഷ്മി നടത്തിയ പരാമർശ സമയത്ത് അഭിഷേകിന്റെ കൈയുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സംശയിക്കാൻ പറഞ്ഞുതരാം ഞാനത്. അഭിഷേകിന് ഒരു മാസീവ് അറ്റൻഷൻ വന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാസീവ് അറ്റൻഷൻ വന്നത് ഈ വിഷയത്തിൽ തന്നെയാണ്. അഭിഷേകിന് ആളുകൾ കണ്ടതും യെല്ലോ കാർഡ് കിട്ടുന്നത് വരെയും ഉള്ളത് അഭിഷേകിന് കിട്ടിയ സ്വീകാര്യത തന്നെയാണ്. അതേസമയം അതേപോലത്തെ ഒരു സാധനം ഇവിടെ പെണ്ണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരോ പ്രോപ്പറായിട്ട് പ്രൊപ്പഗൻഡ ഉണ്ടാക്കി പറഞ്ഞു വിട്ട ഒരു ഐറ്റം ആണ് ലക്ഷ്മി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ദിയാസന, നമസ്കാർ. വീണ്ടും പലപ്പോഴും പ്രതികരിക്കണം, ശബ്ദിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ആ സമയങ്ങളൊന്നും ശബ്ദമില്ലാതെ പോകുന്നവരുണ്ടായിരിക്കും. ഇവിടെയാണ് പലരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അങ്ങനെ നവമാധ്യമങ്ങളിൽ കാണുന്ന മുഖങ്ങളിൽ മുൻനിരയിലുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും ദിയാസന മുൻനിരയിൽ വന്നിട്ടുള്ളത് സംസാരിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനായിരിക്കും. അത്തരത്തിൽ അതിന്റെ ഏറ്റവും ഒടുവിലെ താളുകളിലെ കെടുക്കുന്ന രണ്ട് പേരുകൾ നൂറ, ആദിലായിട്ടാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മൾ അവിടുത്തെ PTA പ്രസിഡന്റ് ആയിട്ട് പോകുന്നു പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്നൊരു വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ ആള് ഇന്ന് അവിടുത്തെ ഒരു PTA പ്രസിഡന്റ് പറയാൻ പറ്റുമോ അല്ലെ? ഒരു ഗാർഡിയൻ ആയിട്ട് അവിടെ കാണുന്നുണ്ട് എന്നുള്ളത്. സോ ഈ എല്ലാ സീസണുകളിലും ഞാനിങ്ങനെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗാർഡിയൻ എന്നുള്ളത്, കാരണം അവരൊറ്റയ്ക്ക് തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും സർവൈവ് ചെയ്ത് അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ അവരകത്ത് നിൽക്കുമ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടൊക്കെ. അതൊരു എന്താ പറയാ, ഒരിക്കലും ഞാൻ അതിനെ ഒരു ഗാർഡിയൻ അങ്ങനെയൊന്നും അല്ല അതിനെ കാണുന്നതൊന്നും. കാരണം അവർക്ക് രണ്ടുപേരും തന്നെയാണ് അവരുടെ ഗാർഡിയൻ. അതിലപ്പുറത്തേക്ക് അവർക്ക് വേറെ ആരും തന്നെ ഇല്ല. നമ്മളെല്ലാവരും അവരെ സപ്പോർട്ടും ചെയ്യുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇതിനിടയ്ക്ക് ഇത് തന്നെയാണ് ഒരു ചോദ്യം വരുന്നത്. അതായത് ഇവരവിടെ വരുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ തന്നെ സംസാരങ്ങളിൽ പറയുന്നുണ്ട്, പാരന്റ്സ് ബാക്കിയുള്ളവരുടെ പാരന്റ്സ് വരുന്ന പോലെ നമ്മുടെ പാരന്റ്സ് വന്നിരുന്നെങ്കിൽ, അല്ല ഓണം വിഷസ് സംഭവങ്ങളാ വരുമ്പോൾ ഒരു ഫാമിലി എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഒപ്പം തന്നെ പരസ്യമായിട്ട് എന്നുള്ള രീതിയിലേക്ക് ഉപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടായുള്ളതാണെങ്കിലും ഉമ്മയുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ശരിക്കും ഇവരെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവരോട് ക്ഷമിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഒരു എൻട്രി വരുന്നുണ്ട്, എല്ലാം പഴയ പോലെ ആവും എന്നുള്ളതാണോ ഇവരുടെ എക്സ്പെക്ടേഷൻ? അതോ അതങ്ങനെ തന്നെ നിൽക്കട്ടെ, സിബിലിങ്സ് മാത്രമായിട്ട് പഴയ പോലെ ആയാൽ മതി എന്നുള്ളതാണ്? അല്ല, പാരന്റ്സുമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമല്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അവർക്ക് ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. സോ അത് എനിക്ക് അവരവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെളിയിലിറങ്ങി വന്ന കണ്ടസ്റ്റൻസിനോട് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ കമ്മ്യൂണിറ്റി അവര് ഗൈഡൻസ് ഉണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ, പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൂറയുടെ സ്റ്റോറിയൊക്കെ കുറച്ച് ഹുക്ഡപ്പ് സ്റ്റോറി പോലെയൊക്കെ ആളുകൾ വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വെളിയിൽ. കാരണം വളരെ കൃത്യമായിട്ട് അവരുടെ പേഴ്സണൽ സ്റ്റോറി എന്തെന്ന് എനിക്കറിയാം. ഇത് വെളിയിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാനല്ലല്ലോ അവരുടെ അത്രയും പേഴ്സണൽ കാര്യം പറയാത്ത. അവർ പറഞ്ഞു, പക്ഷെ അത് ചാനൽ ഗൈഡൻസിന്റെ പ്രശ്നം ആയതുകൊണ്ട് മാത്രമാണ് അത് അവർ ടെലികാസ്റ്റ് ചെയ്യാത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ, കണ്ടസ്റ്റൻസിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ അവിടെ. കാരണം ആദിലയും നൂറയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആദ്യമായിട്ട് അവിടെ തുറന്നു പറഞ്ഞു. ഇങ്ങനെ റൗണ്ട് വരുന്നതും അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് വരണം എന്നുള്ള രീതിയിലേക്ക് ഫാമിലിനെ സംസാരിച്ചിരുന്നു. ഫാമിലിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫാമിലിയുടെ റെസ്പോണ്ട് ഇല്ല, ഫാമിലി ചെയ്യത്തില്ല റെസ്പോൺസ്. ഫോൺ എടുത്താൽ തന്നെ കട്ട് ചെയ്ത് കളയും. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഫാമിലിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ പ്രശ്നങ്ങളോ ഉണ്ടോ? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് അത് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കുണ്ട് ഭീഷണി. പക്ഷെ അതെനിക്ക് പറയാൻ പറ്റാത്ത വെച്ചാൽ അവരുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും. ശരിക്കും ഇപ്പൊ സീസണലായിട്ട് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? ഒരു ഷാദിയായിട്ട് ഫസ്റ്റ് ടൈം ആണ് ലെസ്ബിയൻ കപ്പിൾ വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ബിഗ് ബോസിൽ വരുന്നത് എന്നുള്ളത്. ഇതിന് മാറ്റമായിട്ട് കഴിഞ്ഞ സീസണിലാണ് കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ശബ്ദം ഉയർന്നത്. ആളുടെ പേര് അഭിഷേകുന്നായിരുന്നു ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഈ കമ്മ്യൂണിറ്റി സംസാരിക്കുന്നവർ സ്വാഭാവികമായിട്ട് കണക്ട് ചെയ്തിട്ട് അഭിഷേകിലോട്ട് എത്താറുണ്ട്. തുടർച്ച എന്നോളം ഈ സീസണിൽ ഏറ്റവും അവസാനം
പൊട്ടിത്തെറിച്ചൊരു ബോംബ് ഉണ്ടായിരുന്നു, ലക്ഷ്മി പരാമർശം എന്നുള്ളത്. ഇപ്പൊ അവിടെ നൂറ് ആദിലയ്ക്കെതിരെയാണ് സംസാരിച്ചത്. അവർക്ക് ഇവിടെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ദിയാസാന ആയതുകൊണ്ട് തന്നെ എങ്ങനെയാ പരാമർശത്തെ കാണുന്നത്? ആ പരാമർശം ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ലക്ഷ്മി ഒരിക്കലും അത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലാത്ത ഒരാളാണ്. അവരുടെ പാരൻസിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് അവരവിടെ അഡ്രസ്സ് ചെയ്തു. അവരൊരു ഇൻഡിപെൻഡന്റ് മദറാണ്, അവർക്കൊരു കുട്ടി വളർന്നു വരുന്നു. അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ പലതിനെയും അവർ വളരെ ശക്തമായിട്ട് നോക്കിക്കണ്ട ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്ന വുമൻസ് ഒക്കെ ഭയങ്കര കഷ്ടപ്പാടിലൂടെ തന്നെയാണ് വരുന്നത് തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, ഇപ്പം കഴിഞ്ഞ വർഷം അഭിഷേകിൻ്റെ കേസ് പറഞ്ഞു, അഭിഷേക് ഒരു മാസീവ് സപ്പോർട്ടിനെ കൊണ്ടാണ് വന്നത്. അതെങ്ങനെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ അഭിഷേക് ഒപ്പോണൻ്റ് ആയിട്ട് നിന്നത് ഒരു ഗേ കമ്മ്യൂണിറ്റിക്ക് എതിരായിരുന്നു. അതുപോലെ തന്നെ ജാൻമണി പോലുള്ള ഒരു ട്രാൻസ് വുമൻ അവിടുത്തെ അവരുടെ ഒരു പ്രതികരണവും രീതികളൊക്കെ പലർക്കും നെഗറ്റീവും പോസിറ്റീവും രീതിയിൽ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അഭിഷേകിനെ പോലെ ഒരു ആൾ വയൽക്കാടിൽ വരുന്ന സമയത്ത് അവർക്കെതിരെ അവരോടുള്ള വിദ്വേഷം അവർ സംസാരിക്കുമ്പോൾ അയാൾക്കൊരു മാസീവ് കയ്യടി കിട്ടും. അയാൾ ആ ഒറ്റൊരു കാര്യം മാത്രം, എവിടെയും രോഹനോടായാലും ഇപ്പം നിങ്ങളൊക്കെ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു, അപ്പം ഞാൻ അത് വെച്ചിട്ട് പറയുന്നതാണ്, അതായത് എവിടെയെങ്കിലും ആ ഷോയിൽ ആ LGBT കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റി LGBTQ അല്ലെങ്കിൽ 2 ജെൻഡർ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു സ്പേസിലൂടെ അല്ലാതെ അഭിഷേകിന്റെ ഒച്ച എവിടെയെങ്കിലും കേട്ടായിരുന്നു ആ ഷോയില് കഴിഞ്ഞ വർഷം? പക്ഷെ അത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ മാത്രമാണ് ആ വിഷയം പരാമർശിച്ചിട്ട് നിന്നിരുന്നത്. അതെ, ആ വിഷയമാണ് നമുക്ക് അഡ്രസ്സിങ് അഭിഷേക്. അല്ലാതെ അഭിഷേകിന് അവിടെ നമ്മൾ അല്ലാതെ ഒരു നോർമൽ കണ്ടസ്റ്റന്റ് പോലെ സാധാരണ രീതി പോയതല്ലാതെ അത് തുടർന്നുണ്ടായിരുന്നില്ല. കാരണം തുടക്കത്തെ സമയത്ത് തുടർന്നുണ്ടാവാൻ മഞ്ഞക്കാട് കൊടുത്തു. ഈ സീസണിൽ ലക്ഷ്മി നടത്തിയ പരാമർശ സമയത്ത് അഭിഷേകിന്റെ കൈയുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സംശയിക്കാൻ പറഞ്ഞുതരാം ഞാനത്. അഭിഷേകിന് ഒരു മാസീവ് അറ്റൻഷൻ വന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാസീവ് അറ്റൻഷൻ വന്നത് ഈ വിഷയത്തിൽ തന്നെയാണ്. അഭിഷേകിന് ആളുകൾ കണ്ടതും യെല്ലോ കാർഡ് കിട്ടുന്നത് വരെയും ഉള്ളത് അഭിഷേകിന് കിട്ടിയ സ്വീകാര്യത തന്നെയാണ്. അതേസമയം അതേപോലത്തെ ഒരു സാധനം ഇവിടെ പെണ്ണുങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരോ പ്രോപ്പറായിട്ട് പ്രൊപ്പഗൻഡ ഉണ്ടാക്കി പറഞ്ഞു വിട്ട ഒരു ഐറ്റം ആണ് ലക്ഷ്മി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോ എനിക്കറിയില്ല എന്താണെന്ന്, നിങ്ങള് പറഞ്ഞ പണി ചെയ്യുന്നോ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. അല്ല, പക്ഷെ അവിടെ ഓൾറെഡി വന്നു, ഫിലിം പ്രൊമോഷൻ വന്നു. ഇപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും സംഭാഷണം കാര്യങ്ങൾ നടക്കുകയോ നമുക്ക് കാണാൻ പറ്റത്തില്ല, ചിലപ്പോ എഡിറ്റ് ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് അഭിഷേക് അവിടെ വന്നതിന്റെ വൈകുന്നേരം സംഭവിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് കാരണം അല്ല ക്ലൂ കൊടുത്തതാ, അത് അഭിഷേക് ചെയ്യിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അഭിഷേക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്തിനിങ്ങനെ വെറുതെ നിൽക്കണെന്ന് ചോദിച്ചാൽ മതിയല്ലേ, എന്തിനിവിടെ വന്നത് നാണം കെടുത്താനാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വരുന്നത് പ്രതികരിച്ചിട്ട് വരുന്നത് ആന്റി ഇതായിട്ടല്ലോ, കമ്മ്യൂണിറ്റി ആകാമല്ലോ. ഇപ്പൊ അഭിഷേക് എങ്ങനെയാ വന്നത്? അത് പറഞ്ഞിട്ടാ വന്നേ ഓൾറെഡി. അഭിഷേക് ആന്റി LGBT കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനമൊന്നും അല്ല വെച്ചിട്ടുണ്ട്. ആളുടെ വരവിൽ എന്നെ വൈൽഡിൽ വരുമ്പോ തന്നെ ആദ്യമേ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. അതല്ല, അഭിഷേക് ആർട്ടിസ്റ്റ് തന്നെയാണ് അഭിഷേക് ആദ്യമേ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ലക്ഷ്മി ആർട്ടിസ്റ്റ് ട്രാക്ക് സംഭവമല്ല, അഭിഷേക് വന്നിട്ട് അത് പറയുന്നേ. അതാ പറഞ്ഞേ, ലക്ഷ്മിയോട് വന്നിട്ടും അങ്ങനെ സാധനം പറഞ്ഞിട്ടില്ല. മേ ബി അത് സിറ്റുവേഷൻ നോക്കി ഇരുന്നിട്ടുണ്ടാവും. അപ്പോഴതിന്റെ ഇടയിലായിരിക്കും ഈ ഒരാഴ്ച കഴിഞ്ഞല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിന്ന് ഇത്രത്തോളം വലിയൊരു വിഷയത്തെ സംസാരിക്കുന്നു, അതായത് സമൂഹത്തിൽ നടക്കാത്ത അല്ലെങ്കിൽ വീട്ടിൽ കൊള്ളാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം മോശം പരാമർശം അല്ലെങ്കിൽ ഇതായി. ഇത് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നൂറ് അതിൽ റിയാക്ട് ചെയ്യുന്നില്ല? ഇവർക്ക് വസ്തുത മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എന്റെ കയ്യിൽ വീഡിയോസ് ഫുൾ ഇരിപ്പുണ്ട്. അത് മുഴുവനും ഞാൻ എടുത്തു വെച്ച് നോക്കിയായിരുന്നു. അതായത് അവിടെ ടാസ്കിൽ ജയിച്ചിട്ട് കോയിൻ കിട്ടാത്തത് അക്ബറിന് മാത്രമാണ്. അപ്പൊ നൂറയും അക്ബറും കൂടെ അക്ബറിന് കോയിന് അക്ബർ കോയിന് വേണ്ടിയിട്ട് നൂറയുടെ അടുത്ത് പിന്നെ സോപ്പിടൽ നടത്തുക, വേറൊരു രീതിയിൽ സംസാരങ്ങൾ നടത്താണ്. അപ്പോൾ ഓരോന്ന് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, എൻ്റെ തൊഴിലാളി യൂണിയൻ ഇങ്ങനെയാണ്, അതായത് അയാൾക്ക് എടുത്ത ക്യാരക്ടർ കർക്കശക്കാരനായിട്ടുള്ള ക്യാരക്ടറാണ്, സ്വാഭാവികമായിട്ട് ഇങ്ങനെ അയാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൂറയുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ ശരിക്കും പറഞ്ഞാൽ അക്ബറിന് നൂറ ശരിക്കും കാശ് കൊടുക്കണമായിരുന്നു.
നൂറ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ തൊഴിലാളികൾ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ അക്ബർ ജോലി ചെയ്തില്ല, ചെയ്യാൻ നിന്ന ജോലിയെയും കൂടെ തടസ്സപ്പെടുത്താനാണ്. അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതാ ലക്ഷ്മിയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ച് ഞാൻ നിന്റെ കയ്യെ പിടിച്ചു വെച്ചിരുന്ന, ഞാൻ നിന്റെ മടി കയറിയിരുന്നിരുന്ന എന്നൊക്കെ അക്ബർ ചോദിക്കുകയാണ്. അപ്പം ഇല്ല ഇല്ല ഇങ്ങനെ എൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കുന്നതാണ്. അക്ബറിന്റെ ഒരുമാതിരത്തെ ഒരു വർത്താനം അത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടാതെ വന്ന സാഹചര്യത്തിൽ കിട്ടിയ അവസരം ലക്ഷ്മി അക്ബറിനെ അടിക്കുകയാണ്. എന്തിനാണ്? ഇവിടെ നൂറേനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ചോദ്യങ്ങൾ വന്നത്. നൂറയെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഒരു പുരുഷൻ വന്ന് അവളുടെ അടുത്ത് ചോദ്യം ചെയ്യണം. അപ്പൊ അത് അവൾക്ക് എന്തോ ഒരു കുറച്ചിൽ പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ അവളുടെ അടുത്ത് പോവാൻ പറ എന്ന് പറഞ്ഞിട്ട് കളയണം എന്നായിരുന്നു അവളുടെ തോട്ട്, ലക്ഷ്മിയുടെ തോട്ട്. അവള് നേരെ ഇവന്റെ അടുത്ത് അടിക്കാൻ പോകുന്ന സമയത്ത് ഇവന്റെ അടുത്താണ് ഈ പറയുന്നത് എന്തെന്ന്, ഇത് കണ്ടവളുമാർക്ക് വേണ്ടി വീട്ടിൽ പോലും കേട്ടാൻ കിട്ടാത്തവളുമാർക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണവളുമാരാണെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയായിരുന്നു. അവളുമാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതിന്റെ ആവശ്യം, അവളെ സപ്പോർട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ ഒരു സാധനം, അതായത് പറഞ്ഞതിന്റെ മറുപടി പറയേണ്ടത് അക്ബറിനോടല്ല, അതിനെ ഇവരെ എടുത്തു വെച്ചിട്ടല്ലോ. അതാ പറഞ്ഞത്, അക്ബറിന്റെ അടുത്ത് പറയാണ് സ്വന്തം വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളത്തില്ല. അവന്റെ ഉമ്മ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വെളിയിൽ വൈറലായി വന്നത് ഓർമ്മയുണ്ടോ? അത് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ലക്ഷ്മി അക്ബറിനിട്ട് അത് അടിക്കുന്നത്. ഒരിക്കലും നൂറയോ ആദിലയോ ഇവിടെ നിന്ന് നെവിനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലായില്ല ഇത് എന്തിനാണ് പറയണത്. അതായത് അക്ബറും ഇവളും ആയിട്ടല്ലേ. പുറമേക്ക് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ആദില മറ്റുള്ള സംസാരിക്കുന്ന ആൾ, പിന്നെ നൂറ് അടുത്ത എപ്പിസോഡുകൾ നന്നായി സംസാരിക്കും, പക്ഷെ ആദില ഉരുളക്ക് പേര് മറുപടി കൊടുക്കുന്ന ഒരാളാണ്. ഈ ആദില കേട്ടിട്ട് എക്സ്പ്രഷനില് പുറത്തേക്ക് വരുന്ന സാധനം കുറച്ച് BGM കേട്ടിട്ട് അവള് വാക്കുകളില്ലാതെ പതറിപ്പോയി. അല്ല, രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് മേ ബി അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് ഇവർക്ക് ഇമോഷണൽ ആയിട്ടുണ്ട് നേരത്തെ. ചിലപ്പോ ഇവള് പറഞ്ഞത് വിഷമമായിട്ട് തന്നെ ആയിരിക്കാം മേ ബി നോക്കിയിട്ടുണ്ടാ. ഞാൻ മനസ്സിലാക്കുന്നത് അവരത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്താ പറയണത് ആ ഒരു ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അല്ല എന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ഉമ്മ അത് അവതരിപ്പിച്ചത് കൊണ്ടിട്ടുള്ള റിയൽ ഇമോഷൻ തന്നെയാണ് അവള് കാണിച്ചത്. മുൻപത്തെ സീസണിൽ അഭിഷേക് പറഞ്ഞ സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അവൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്തിട്ടുള്ള സീന ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇത്രയും പേരുണ്ട് അല്ലെ, ഇവരെ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരോ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരോ എന്തു തന്നെ ആയിക്കോട്ടെ, ഇത്രയും പരസ്യമായിട്ടൊരു സാധനത്തിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു പ്രതികരണം വരില്ലേ? പക്ഷെ ഇതില് തോന്നുന്നുണ്ടോ ഈ എഡിറ്റിൽ വേറെ എന്തൊക്കെയോ മിസ്സായിട്ടില്ല? ഇത് ശ്രദ്ധയില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവര് ചുമ്മാ അതിനും എന്തെങ്കിലും ചെയ്തതിനും പിടിച്ചതിനും അടിച്ചതിനും പിടിച്ചതിനും ഒക്കെ അടി കൂടുന്ന കൂട്ടരാണല്ലോ. അപ്പൊ ഇവര് പരസ്പരം തമ്മിൽ അടിക്കുന്നതൊന്നും ഇപ്പൊ ആരും തേർഡ് പാർട്ടി ചെന്ന് ഇടപെടാറും ഇല്ല, ചെന്ന് കേൾക്കാറോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനും റോഹനും തമ്മിലുള്ള ആ ഒരു അടി അതെങ്ങനെയോ അങ്ങ് പോയതാ. ബാക്കിയുള്ളവർ അത് അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ശ്രദ്ധിച്ചില്ല ആരും, ഈ വർത്താനം ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കും. ഇത് സംസാരിക്കുമ്പോഴായിരിക്കും, ഈ റെക്കോർഡ് ഉൾപ്പെടെ കാണിക്കുമ്പോഴായിരിക്കും ഓ ഇങ്ങനെ ഒരു പ്രസ്താവന വരെ ഇവിടെ നടന്നെന്നുള്ളത് പലരും അറിയുന്നുണ്ടാവുക. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാവാത്തോണ്ടാണ് റിയാക്ട് ചെയ്യാതിരുന്നത്. അവിടെ ചോദിക്കും, ലാലേട്ടൻ എന്തായാലും ചോദിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി അഭിഷേകിന്റെ അടുത്ത് റിയാക്ട് ചെയ്ത മാതിരി വീട്ടിലുള്ള എല്ലാവരും റിയാക്ട് ചെയ്യും. ആ സമയത്ത് മനസ്സിലാവില്ല. ചോദിക്കുന്നത് അങ്ങനെ ഇവർ കേൾക്കുമ്പോ ഇപ്പൊ എന്താ വീണ് കിട്ടാന്ന് നോക്കിയിരിക്കുന്നവരാണ് എല്ലാവരും അല്ലെ, മറ്റേ ഇറച്ചികൃഷ്ണൻ കാത്തിരിക്കുന്ന പോലെ. ഇത്ര ചെറിയ കാര്യമല്ല, ഇത്ര വലിയ വിഷയം കിട്ടുന്ന സമയത്തും എന്താണെന്നുള്ളത് അത്രയും പക്ക ഒബ്സർവേഷനിൽ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇത് കണ്ടിട്ട് ആ രീതിക്കല്ല എടുത്തെങ്കിൽ, ചോദിക്കുന്നതിന് മുമ്പ് ഇതിന്റെ സംഭാഷണങ്ങളോ കാര്യങ്ങളോ വേറെ നടന്നിട്ട് അതിന്റെ ഒരു വാൽകഷ്ണമായിരുന്നു ഇത്. അല്ല, അതുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് പറയാൻ കാരണം. ഇതിനു മുമ്പ് വേദലക്ഷ്മി വന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവരിങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഇരുന്നുകൊണ്ട് പറഞ്ഞ് എല്ലാവരും കൺഫെഷൻ റൂമിൽ വരാൻ പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ വെച്ച് ബ്രേക്ക് ആവുകയാണ്. വന്നപ്പോൾ തന്നെ വേദലക്ഷ്മി ഈ സംസാരമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിലെ നൂറയും കൃത്യമായിട്ട് ഉരുളക്കുപ്പേരി പോലെ മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച സമയത്ത് ആ ഒരു ടോപ്പിക്ക് കട്ടാവുകയാണ്. പിന്നെ അവിടെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു എന്നുള്ളതാണ് നമ്മളെ ബലമായ വിഷയം. അത് അഭിഷേക് ശ്രീകുമാർ വന്നതിന് ശേഷം സംഭവിച്ചതാണ്. പക്ഷെ ആള് വന്നത് കൊണ്ട് പേരില് അതാണെന്ന് കണക്ട് റോഹ, നീ നിന്റെ ഫ്രണ്ടിനെ സേവ് ചെയ്തോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ പറയാനുള്ള കാര്യം കൃത്യമായി പറയും. നമുക്ക് ആരും സൗഹൃദങ്ങൾ വ്യക്തിപരം കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ചോദിച്ചല്ലോ, ഇരുന്ന പോലെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരുന്ന ആൾ മാത്രമാണ്. പക്ഷെ ഇന്ന് ഓൾറെഡി നിന്നുള്ള വീഡിയോയില് ഉണ്ടായിരുന്നു അഭിഷേക് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് വാക്കാൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇതിനെ പറ്റിയുള്ള ചർച്ച ഉണ്ടായിരുന്നു? ഈ സ്റ്റാർട്ടിങ് വേദലക്ഷ്മി വന്നതിന് ശേഷം പിന്നെ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നിട്ടില്ല.
വരാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതാണെങ്കിലോ രാവിലെ ഒരു പ്രൊമോഷൻ വന്നതിന് ശേഷവും എനിക്കത് അങ്ങനെ തോന്നുള്ളൂ. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്. ഓബ്വിയസ്ലി അതിനകത്ത് പലതും നടന്നിട്ടുണ്ടാവും. എടാ ഒരു ഹിന്റോ ഒരു ക്ലൂവോ കിട്ടാൻ വേണ്ടി ഞാനിപ്പോ കാത്തിരിക്കുകയാണ്. ആദിലയുടെ അടുത്ത് നൂറിന്റെ അടുത്ത് എനിക്കൊരു വാക്ക് പറയണം. ദയവ് ചെയ്ത് നിങ്ങൾ പാരന്റ്സിനെ കൂടുതലായിട്ട് മിസ് ചെയ്യുന്ന രീതിയിൽ ഇമോഷണലായി വലുതായിട്ട് ആയി പോവരുത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ അമ്മമാരും ഇഷ്ടം പോലെ സപ്പോർട്ടേഴ്സും ഇഷ്ടം പോലെ ചേച്ചിയും ചേട്ടന്മാരും ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നു. ഒരു വാക്ക് എനിക്ക് പറയണമെന്നുണ്ട്. ഗെയിം കളിക്കൂന്നല്ല, എനിക്കങ്ങനെ പറയണമെന്നുണ്ട്. എനിക്ക് ആകെ പറയണമെന്ന് തോന്നുന്നത് അവരോട് ഇതൊന്ന് മാത്രമാണ്. കാരണം അവര് സിബ്ലിൻസിനെ കാരണമോ പാരന്റ്സിനെ കാരണമോ വിഷമിക്കരുത്. എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജാ. ഏതെങ്കിലും വഴി കൂടെ ചെയ്യാത്തൊരു ആക്ടിവിറ്റിക്ക് ചെയ്യിപ്പിക്കാനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുന്ന അവസരം മുതലാക്കാതിരിക്കും. അവിടെ ബ്രില്യൻ്റ് ആയിട്ട് മര്യാദയ്ക്ക് പോയ പണി എടുത്തിട്ട് വന്നത് സെറീന അഖിൽ മാത്രം തന്നെയാണ്. അത് ഞാൻ അങ്ങനെ കാണത്തുള്ളൂ. അവരവരെ ജോലിയും ചെയ്ത് അവരിങ്ങനെ തിരിച്ചു വന്നു. ആ ഇടത്താണ് ഇവിടെ വേദലക്ഷ്മിയെ പോലെ ഒരാൾ വന്ന് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ആക്രമിക്കപ്പെടും. അവര് ചിലപ്പോൾ ഒരു മാസമാവാൻ വേണ്ടിയിട്ടായിരിക്കും അത് സംസാരിച്ചത്. ഒരു ആവശ്യമില്ലാത്ത ഒരു അനവസരത്തിലും കൂടെയാണ് അവരത് സംസാരിച്ചിരിക്കുന്നത്. ഒരു ആവശ്യമില്ല അവർക്കത് സംസാരിക്കേണ്ട. അല്ലെങ്കിൽ നൂറയുടെയോ ആദിലയുടെ ഭാഗത്തു നിന്ന് ഡയറക്റ്റുള്ള എന്തെങ്കിലും ഒരു അടി അവർക്ക് വേദലക്ഷ്മിക്ക് നേരെ വന്നിരുന്നെങ്കിൽ ആ സമയത്ത് അടിച്ചാൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായിരുന്നേനെ. മേ ബി അവരെ ഇത്രയും വലിയ രീതിയിൽ ഹേർട്ട് ചെയ്താൽ മാത്രം, അവരുടെ വ്യക്തി ജീവിതത്തെ ഹേർട്ട് ചെയ്താൽ മാത്രം, ഒരു ഗെയിം ഷോ ആയതുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ ഈ പരാമർശം ഒരിടങ്ങളിലും ഒരിക്കലും അത് ഇനി തിരിച്ചടി വന്നാലും ശരി ഇല്ലെങ്കിലും പരാമർശം നടത്താനേ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ വേദലക്ഷ്മിക്കെതിരെ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് നൂറയുടെയും ആദിലയുടെയും ഫാൻസ് മാത്രമൊന്നുമല്ല, സാധാരണ മനുഷ്യർക്കും തോന്നാം. ഇപ്പൊ അവർക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്, അവരുടെ പേഴ്സണൽ ലൈഫ് ചെക്ക് ചെയ്യാം. അവരൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് വന്ന് നിൽക്കുന്നത്. പേഴ്സണൽ ലൈഫ് ചെക്ക് ചെയ്യാം. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാം. അവരുടെ വീടിന് നേരെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത്രമാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അവരുടെ ആ സ്റ്റേറ്റ്മെന്റിൽ. ഇപ്പൊ അവരുടെ ബ്രദറും ആൾക്കാരും ഒക്കെ ഭയങ്കര പ്രശ്നത്തിലാന്നാണ് പറയുന്നത് എല്ലാവരും. ഇപ്പൊ അമ്മയുടെ സൂയിസൈഡൽ ഇതൊക്കെ അറ്റംപ്റ്റിനെ പറ്റിയിട്ട് വരെ നമ്മളിത് കേട്ടു. ഇതിനൊക്കെ ആരാ കാരണം? അവർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിന് സൈബർ ബുള്ളിങ് കിട്ടി. ഇപ്പം ആദിലയ്ക്കും നൂറയ്ക്കും കിട്ടിക്കൊണ്ടിരുന്നു ഒരു സംഭവം. അവരെന്ത് ചെയ്യണമായിരുന്നു? അവർ ആത്മഹത്യ ചെയ്യണമായിരുന്നോ?